പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കെങ്കേമമായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ വിവാദമാവുകയുണ്ടായി. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് മുഖ്യമന്ത്രി ചൊല്ലിയതാണ് വിവാദമായി തീർന്നത്. അത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ വിലാസവുമാണ്. അതായത് ദാമോദരൻ മേനോൻ എന്ന് പിതാവിൻ്റെ പേര് പറഞ്ഞതിനെ ചൊല്ലിയാണ് വിവാദമുണ്ടായത്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തുകൂടായികയില്ല. എൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കതിൽ എന്താണ് പ്രശ്നം എന്നാണ് ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരമായി പറഞ്ഞത്. എൻ്റെ അമ്മയെ കൂടി ആ സമയത്ത് പേര് പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഓർമ്മിച്ച് പേര് പറയുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ അമ്മയുടെ പേര് പറയാനുള്ള സംവിധാനം സത്യപ്രതിജ്ഞ വാചകത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മയെ മനസ്സിൽ ധ്യാനിക്കുകയും അച്ഛൻ്റെ പേര് പറയുകയും ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തുകൊണ്ടാണ് MLA ആയി പ്രതിജ്ഞ ചെയ്ത സന്ദർഭങ്ങളിൽ പിതാവിൻ്റെ പേര് പറയാതിരുന്നത് എന്ന ചോദ്യമുണ്ടായി. അതിനുള്ള ഉത്തരം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലെയല്ല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നായിരുന്നു. വളരെ ഗൗരവമുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ നേരത്തെ ദേഹവിയോഗം സംഭവിച്ച അച്ഛനമ്മമാരെ ഓർത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത കാര്യവും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പിതാവിൻ്റെ പേരുകൂടി ചേർത്താണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സത്യപ്രതിജ്ഞയിൽ എന്തെങ്കിലും വിവാദം കണ്ടെത്തേണ്ടതായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി VD സതീശനെ പോലെ ഒരാൾ, അതായത് വാക്കുകൾ കൃത്യമായി പറയുന്ന ഒരാൾ, വളരെ കരുതലോടെ അച്ഛൻ്റെ പേരുകൂടി ചേർത്തതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണമാണ് ചിലർ പുറത്തു കൊണ്ടുവന്നത്. അതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ വിധി പറയുന്നില്ല. അതിൻ്റെ ചിന്ത ഏതാണ്ട് ഈ വിധത്തിലാണ് പോകുന്നത് എന്ന് അനുമാനിക്കാവുന്നതാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും മന്ത്രിസഭാ രൂപീകരണത്തിൽ വകുപ്പുകൾ പങ്കിട്ടപ്പോൾ എല്ലാം ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വർഗീയ ശക്തികൾക്ക് വിധേയപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തു എന്ന ഒരു നിരീക്ഷണവും വിമർശനവും ചില കോണുകളിൽ നിന്ന് ഉണ്ടാവുകയുണ്ടായി. അതായത് വർഗീയ പ്രീണനത്തിന് ഒരു മറുപടി എന്ന നിലയിൽ ഈ സത്യപ്രതിജ്ഞ അദ്ദേഹം ഉപകരണമാക്കി മാറ്റി എന്ന് കരുതുന്നവരും വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട്.